ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ട് ഇരിക്കുവാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ സാറ്റർഡേ എടുത്തിട്ടുള്ള വ്ളോഗാണ്. അപ്പോൾ രാവിലെ തന്നെ അമ്മയ്ക്കിന്ന് സ്കൂളുള്ള ദിവസമാണ്. അപ്പോൾ ഇന്ന് ഉച്ച വരെയാണ് അവർക്ക് ക്ലാസ് ഉള്ളത്. അപ്പോൾ അവൾക്കിന്ന് ലഞ്ച് കൊണ്ടുപോകേണ്ട ആവശ്യമില്ലായിരുന്നു. രാവിലത്തെ സ്നാക്സ് മാത്രം കൊടുത്ത് വിട്ടാൽ മതിയായിരുന്നു. അങ്ങനെ അവളെ ഞങ്ങൾ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടു. അതിനുശേഷം ഇന്ന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാനുണ്ട്. വെജിറ്റബിൾസൊക്കെ തീർന്നു പോയേക്കുവാണ്. പിന്നെ മാത്രമല്ല ഒന്ന് ക്ഷേത്രത്തിലൊക്കെ കയറണം. അങ്ങനെ രാവിലെ തന്നെ ഞങ്ങൾ പോകുന്ന വഴിയിൽ എന്തായാലും ഭക്ഷണം കൂടി കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ദോശയും കൂടെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. സാധാരണ ഞങ്ങൾ അങ്ങനെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ആഹാരം കഴിച്ചിട്ടല്ല പോകുന്നത്. പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേന് തന്നെ ഒരു 9 മണി കഴിഞ്ഞു കേട്ടോ. 10 മണിയൊക്കെ ആയി. അപ്പോൾ ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് എന്തായാലും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. നമുക്ക് ഒരുപാട് നേരം വിശന്നിരിക്കാനായിട്ട് പറ്റില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ തലേ ദിവസം നല്ല മഴ പെയ്തേക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മാർക്കറ്റ്. എല്ലാം ഒരു ലൊക്കേഷനിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ കാണുന്ന പരിസരമാണ് കേട്ടോ ഇത്. നല്ല രസമാണ് ഇവിടെ കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ ഷൂട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇത് പാർത്ഥസാരഥി ക്ഷേത്രമാണ്. അപ്പോൾ ശ്രീകൃഷ്ണ ക്ഷേത്രമാണ്. ഇവിടെയാണ് ഞങ്ങൾ എല്ലാ വ്യാഴാഴ്ചയും വരുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ വ്യാഴാഴ്ച എനിക്ക് പോകാനായിട്ട് പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് മാത്രമാണ് പോയത്. അപ്പോൾ എന്തായാലും മാർക്കറ്റിൽ പോവുമല്ലേ, അതുകൊണ്ട് ഞാനും കൂടി വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ന് ശനിയാഴ്ച ക്ഷേത്രത്തിൽ പോകുന്നതാണ്. അപ്പോൾ വ്യാഴാഴ്ച ദിവസങ്ങളിൽ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ പോകുന്നത് നല്ലതാണ്. കൃഷ്ണൻ കോവിലിൽ പോകുന്നത് നല്ലതാണെന്ന് പറയാറുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ വ്യാഴാഴ്ച പോകുന്നത്. അപ്പോൾ ശനിയാഴ്ച ദിവസങ്ങളിൽ സാധാരണ അയ്യപ്പ ക്ഷേത്രങ്ങളിലാണ് പോകുന്നത് സാധാരണ എല്ലാവരും. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും മാർക്കറ്റിൽ പോകുന്ന വഴിയിൽ കയറാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിൽ കയറിയിട്ട് നേരെ മാർക്കറ്റിനുള്ളിലേക്ക് കയറിയപ്പോഴത്തേനുണ്ട് ഭയങ്കരമായിട്ട് മഴ പെയ്ത് ഇങ്ങനെ നനഞ്ഞ് കിടക്കുക. അപ്പോൾ വണ്ടി ഓടിക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇങ്ങനെ വെള്ളം കെട്ടി കിടക്കുന്നത് കൊണ്ടില്ലേ. അപ്പോൾ സൈഡിലിരിക്കുന്ന കച്ചവടക്കാരെയൊക്കെ കണ്ടപ്പോൾ എനിക്കങ്ങ് പാവം തോന്നി. കാരണം ഈ മഴയത്തും അവർ വന്നിങ്ങനെ ഇതൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോഴത്തേനും പാവമല്ലേ. അങ്ങനെ പിന്നെ നമ്മൾ പച്ചക്കറിയൊക്കെ മേടിക്കാനായിട്ട് നേരെ മാർക്കറ്റിലേക്ക് കയറി. പിന്നെ ഞാനിന്ന് കുറച്ച് പൂക്കളും കൂടി മേടിച്ചിട്ടുണ്ട്. ജമന്തിയും റോസയൊക്കെ മേടിച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ വിളക്കിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ രണ്ടും കൂടി 50 രൂപയ്ക്കാണ് തന്നത്. ജമന്തി 30 രൂപയ്ക്കും റോസ് 20 രൂപയ്ക്കാണ് തന്നത്. അപ്പോൾ ഇപ്പം ഇച്ചിരി റേറ്റ് കൂടുതലാണെന്ന് പറഞ്ഞു കേട്ടോ നമ്മുടെ ജമന്തിക്ക്. പിന്നെ അങ്ങനെ വീട്ടിലേക്ക് വന്നപ്പോഴത്തേനും ഞാൻ ആകെ അങ്ങ് ടയേർഡായിപ്പോയി. പിന്നെ ഒന്ന് ഫ്രഷൊക്കെ ആയി കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഇന്ന് എന്തായാലും ക്ലീനിങ് ഒക്കെ ഒരുപാട് ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും പുറത്തുനിന്ന് ഭക്ഷണം മേടിക്കാമെന്ന് പറഞ്ഞു ഹസ്ബൻഡ്. അപ്പോൾ ഇന്ന് നമുക്ക് ശരിക്കും ഒരു ഗസ്റ്റ് വരുന്നുണ്ട്. അവർ വരുന്നത് വൈകുന്നേരത്താണ് വരുന്നത്. അപ്പോൾ എന്തായാലും പകലിന്ന് എന്തായാലും എനിക്ക് കുറച്ച് ക്ലീനിങ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ പുറത്തുനിന്നാണല്ലോ കഴിക്കുന്നത്. അപ്പോൾ കുറേ നാളായി നമ്മുടെ ഫ്രിഡ്ജ് ഒന്ന് ഡീപ്പ് ക്ലീനിങ് ചെയ്തിട്ട്. സാധാരണ ഞാനിങ്ങനെ ആഴ്ചയിലൊരിക്കൽ അല്ലെങ്കിൽ 2 ആഴ്ചയിലൊരിക്കൽ ഇത് നന്നായിട്ടൊന്ന് തുടച്ചൊക്കെ വെക്കാറുള്ളതാണ്. ഇപ്പോൾ ഡീപ്പ് ക്ലീനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പുറകിലുള്ള സ്വിച്ചൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ ഇതിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് കഴുകാനായിട്ട് അതിൻ്റെ ട്രേ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെജിറ്റബിൾ ബോക്സിലാണെങ്കിൽ ഞാൻ മുന്നേയൊക്കെ ഇതുപോലെ സിപ്പ് ലോക്ക് കവറിലായിരുന്നു വെജിറ്റബിൾസ് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇടയ്ക്ക് വെച്ച് എനിക്കിങ്ങനെ മടിയായ കാരണം കൊണ്ട് ഞാൻ ഈ ബോക്സിനകത്ത് എല്ലാം കൂടി വാരിക്കൂട്ടി ഇടുമായിരുന്നു. അങ്ങനെ അതിലിങ്ങനെ അഴുക്കൊക്കെ പിടിച്ചിട്ട് വെജിറ്റബിൾസൊക്കെ ഉണങ്ങിയിരിക്കുന്ന വേസ്റ്റൊക്കെ ഇല്ലേ, അതൊക്കെ ഇങ്ങനെ ഇതിനകത്തേക്കായി അങ്ങനെ അഴുക്ക് പിടിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്പോഞ്ച് യൂസ് ചെയ്തിട്ട് വിം ജെല്ലി യൂസ് ചെയ്ത് കഴുകി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാനായിട്ട്. നല്ല സ്പോഞ്ച് ആയിട്ടുള്ളൊരു സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ തുടച്ച് കഴുകി എടുക്കാനുള്ളത്. സാധാരണ ഞാൻ നല്ല രീതിയിൽ ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്ന ഒത്തിരി അഴുക്കുണ്ടെന്നുണ്ടെങ്കിൽ വിനാഗിരിയും ബേക്കിംഗ് സോഡയും വിം ജെല്ലും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ടുള്ള മിശ്രിതം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി യൂസ് ചെയ്തിട്ട് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് അങ്ങനെയൊക്കെയാണ് മുന്നേ ചെയ്തുകൊണ്ടിരുന്നത്. ഇതിപ്പം നമ്മുടേത് പുതിയ ഫ്രിഡ്ജ് ആയതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള അഴുക്കൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് എന്തായാലും ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി. ഞാൻ എന്തായാലും ആദ്യം കുറച്ച് നല്ല പച്ചവെള്ളം യൂസ് ചെയ്തിട്ടൊന്ന് തുടച്ചെടുത്തു. അപ്പോൾ ഞാനിങ്ങനെ ക്ലീൻ ചെയ്യാനായിട്ട് എടുത്ത സമയത്തുണ്ട് ഫ്രിഡ്ജിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്തിട്ടിരുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ വെള്ളം ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നത് കേട്ടോ. അത് എനിക്ക് തോന്നുന്നത് ഐസ് ഇങ്ങനെ ഉരുകി വീഴുന്നതായിരിക്കും. പിന്നെ ഞാൻ എന്തായാലും ഒന്ന് ഓൺ ചെയ്തിടാമെന്ന് വിചാരിച്ചു. ശരിക്കും ഇങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. ഇത് അപകടമുള്ള കാര്യമാണ്. പക്ഷേ വേറെ നിവൃത്തിയില്ലാതെ വന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്.
ഐസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഫ്രീസറിനകത്ത് അതിനും വേണ്ടിയിട്ടുള്ള ഐസൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം വരുന്നതെന്ന് അറിയത്തില്ല. സിംഗിൾ ഡോർ ഫ്രിഡ്ജാണ് നമുക്കുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ ലൈറ്റ് ഫ്രിഡ്ജ് ഇങ്ങനെ ഓൺ ചെയ്തിട്ടപ്പോഴത്തേനും ഇതിനകത്തുനിന്ന് വെള്ളമൊന്നും വരുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ നല്ലൊരു കോട്ടൺ തുണി യൂസ് ചെയ്തിട്ട് ഒന്ന് തുടച്ചെടുത്തു. എല്ലാം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തു കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന സൈഡിലുള്ള സ്റ്റാൻഡുകളെല്ലാം നന്നായിട്ട് തന്നെ ഉണങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് തുടച്ചെടുത്തിട്ടാണ് ഞാൻ വെക്കുന്നത്. വെള്ളത്തിൻ്റെ ഈർപ്പത്തോടു കൂടി വെച്ചാൽ വീണ്ടും വീണ്ടും സാധനങ്ങളൊക്കെ കേടായി പോകുമല്ലോ, അതുകൊണ്ടാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാ സാധനങ്ങളും അതാത് സ്ഥാനത്ത് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫ്രിഡ്ജിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ ഓണിയൻ ട്രേയും കൂടി ഉണ്ട്. അതിനകത്താണ് ഞാൻ സവോളയും ചെറിയ ഉള്ളിയൊക്കെ ഇടുന്നത്. പിന്നെ മൊത്തത്തിലൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ ഫ്രിഡ്ജിൻ്റെ പുറം വശവും അകത്തും എല്ലാം നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ മേൽഭാഗത്തായിട്ട് ഇതിൽ സ്റ്റെബിലൈസറും കൂടി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ കറണ്ട് ഒരുപാട് അങ്ങോട്ട് ചിലവാകുമല്ലോ, അതുകൊണ്ടാണ്. സ്റ്റെബിലൈസർ നേരത്തെ നമ്മളുടെ അടുത്ത് ഒരെണ്ണം ഉണ്ടായിരുന്നു. അത് പിന്നെ കേടായി പോയപ്പോഴത്തേനും പിന്നെ വീണ്ടും പുതിയത് മേടിക്കുകയാണ് ചെയ്തത്. പിന്നെ ഞാൻ വെജിറ്റബിൾസ് എല്ലാം ഇതുപോലെ വീണ്ടും പഴയതുപോലെ തന്നെ നമ്മുടെ സിപ്ലോക്ക് കവറുകളിലേക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ നാരങ്ങ സൂക്ഷിക്കാനായിട്ട് ഞാനിങ്ങനെ 50 പൈസ കിറ്റ് ഉണ്ടല്ലോ, അതിനകത്ത് ഇതുപോലെ നാരങ്ങയിട്ട് കെട്ടി ഫ്രിഡ്ജിൻ്റെ ഡോറ് സൈഡിലാണ് വയ്ക്കുന്നത്. പിന്നെ പാഴ്സൽ വരുന്ന ബോക്സുകളിലാണ് കരിയേപ്പില, മല്ലിയില, പച്ചമുളക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വയ്ക്കുന്നത്. പിന്നെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്ന പൂക്കളും കൂടി നമുക്ക് ഫ്രിഡ്ജിലേക്കാണ് വെക്കാനുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ സിപ്ലോക്ക് കവറിൽ ആക്കിയപ്പോഴത്തേനും എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, നമ്മുടെ വെജിറ്റബിൾ ബോക്സിനകത്തേക്ക് ഇതെല്ലാം കൂടി പറ്റുമെന്ന്. പക്ഷേ വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല, കറക്റ്റായിട്ട് തന്നെ വെക്കാനായിട്ട് പറ്റി. അപ്പോൾ ഇത് ചെറിയ ഫ്രിഡ്ജ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പഴയ എൻ്റെ ഡബിൾ ഡോർ ഫ്രിഡ്ജിൻ്റെ അത്രയും നമുക്ക് സ്പേസ് കുറവാണ്, അത്രയും സ്പേസ് ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് ഓരോ സാധനങ്ങൾ വെക്കുന്നത്. അപ്പോൾ നമ്മൾ 3 പേരായതുകൊണ്ട് നമുക്ക് എല്ലാ സാധനങ്ങളും കറക്റ്റായിട്ട് കുത്തി നിറച്ച് വെക്കാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളും നമ്മൾ മേടിക്കുന്നില്ലല്ലോ. പിന്നെ ഈ പൂക്കൾ ഞാൻ ഇങ്ങനെയാണ് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നത്. നമ്മളിപ്പോൾ മുല്ലപ്പൂ ഉണ്ടല്ലോ, അത് മേടിച്ചാലും ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിനകത്ത് ആദ്യം ഒരു കോട്ടൺ തുണിയോ അല്ലെങ്കിൽ ഇതുപോലെ ടിഷ്യൂ പേപ്പറോ വെക്കും. അതിനുശേഷം പൂക്കൾ വെക്കും. പിന്നെ വീണ്ടും അതിൻ്റെ മേലെ ഇതുപോലെ പേപ്പർ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു ബോക്സിനകത്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഫ്രിഡ്ജ് ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. ഇനി നേരെ നമ്മൾ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത് സാധാരണ ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്നാലും നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വരുവാണെന്ന് പറയുമ്പോൾ നമുക്ക് ആകെ ഒരു ടെൻഷനായിരിക്കുമല്ലോ. നമ്മൾ എത്ര ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് എന്തോ എല്ലാ ഭാഗവും ഒന്നും കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണമെന്നൊക്കെ നമുക്ക് തോന്നില്ലേ. അങ്ങനെ ഞാനും എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിനിടയിൽ ആമി സ്കൂൾ വിട്ട് വന്നു. അപ്പോൾ വന്ന ഉടനെ തന്നെ അവൾ കുളിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അവളുടെ സ്റ്റഡി ടേബിളൊക്കെ ക്ലീൻ ചെയ്യുന്ന കണ്ടിട്ട് പുള്ളിക്കാരി വന്നിരിക്കുന്നതാണ്. അപ്പോൾ അവളും കൂടി സഹായിച്ചു തരാമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് കാര്യം ചെയ്താലും അതുപോലെ ഇമിറ്റേറ്റ് ചെയ്ത് ചെയ്യുന്നൊരു സ്വഭാവം കൂടി ആമിക്കുണ്ട്. ഞാനിതിന് മുന്നത്തെ ഒരു വ്ളോഗിലും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ക്ലീനിങ് ഒക്കെ ചെയ്യുമ്പോഴത്തേനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സാധാരണ അവൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ഞാനിതൊക്കെ ചെയ്യാറുള്ളൂ. അപ്പോൾ അവൾ വീട്ടിലുള്ള ദിവസങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഞാനിത് ചെയ്യുന്ന കണ്ടാൽ എൻ്റെ പുറകെ തന്നെ വീണ്ടും അവളും കുറേ തുണിയും കൂടി എടുത്തുകൊണ്ട് വന്നിട്ട് അവൾക്കും തുടയ്ക്കണം, ക്ലീൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് വരും. പിന്നെ ഞാൻ ഈ ഒരു ഷോക്കേസിനകത്ത് എല്ലാ ഫോട്ടോസും കൂടി ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. സാധാരണ ഞാൻ ഈ ഷോക്കേസിൻ്റെ ഗ്ലാസ് മാത്രമാണ് തുടയ്ക്കുന്നത്. 2 ആഴ്ചയിൽ ഒരിക്കലോ മറ്റോ ഞാൻ ഫോട്ടോയൊക്കെ തുടയ്ക്കുള്ളൂ കേട്ടോ. അപ്പോൾ കണ്ടോ, ഒരാളിവിടെ ഡോറൊക്കെ ക്ലീൻ ചെയ്യുന്നതാണ്. അപ്പോൾ അവളിങ്ങനെ വരച്ച് വൃത്തികേടാക്കി ഇട്ടേക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഇതുപോലെ നമുക്ക് ഗസ്റ്റ് വരുന്നുണ്ട്, അപ്പോൾ വീടൊക്കെ വൃത്തികേടായിട്ട് കിടക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് അവൾ വന്നിട്ട് അവൾ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സൈഡിൽ കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ഈ ഒരു മണി പ്ലാന്റ് കുറേ നാളായിട്ട് നമ്മുടെ വീട്ടിലുള്ളതാണ്. ഏകദേശം ഒരു 2 വർഷത്തോളം ആയി എന്ന് തോന്നുന്നു കേട്ടോ. ഞങ്ങൾ നാട്ടിൽ പോയപ്പോഴത്തേനും ഒരിക്കൽ ഇതുപോലെ കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ അടുത്ത് ഈ ഒരൊറ്റ മണി പ്ലാന്റ് മാത്രമാണുള്ളത്. ഇത് ശരിക്കും മണി പ്ലാന്റ് കെയർ ചെയ്യാനായിട്ട് എല്ലാവരും പറയുന്നത് നല്ല ഈസിയാണെന്നാണ്. പക്ഷേ എനിക്കത് എങ്ങനെ വെച്ചാലും ശരിയാവുന്നില്ല കേട്ടോ. എന്താണെന്ന് അറിയത്തില്ല, ചൂടിൻ്റെ പ്രശ്നം കൊണ്ടാണോ എന്ന് അറിയില്ല. എൻ്റെ അടുത്ത് ഇപ്പോൾ ഈ ഒരൊറ്റ പീസ് മാത്രമാണ് ഉള്ളത്. അപ്പോൾ അതിങ്ങനെ പഴകിയ വെള്ളത്തിൽ തന്നെ ഞാൻ വീണ്ടും വീണ്ടും വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും അത് നന്നായിട്ട് കിളിർത്ത് വരുന്നുണ്ട്.
അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഈ റീസെൻ്റായിട്ടൊരു വീഡിയോ തമിഴിലുള്ളൊരു വ്ളോഗ് കണ്ടപ്പോഴത്തേനും അതിൽ ഇങ്ങനെ മണി പ്ലാന്റ് വളർത്താനായിട്ടുള്ളൊരു ടിപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നമ്മളൊരിക്കലും ഫ്രഷ് ആയിട്ടുള്ള വാട്ടറിൽ മണി പ്ലാന്റ് ഇട്ട് വയ്ക്കാനായിട്ട് പാടില്ല. നമ്മളുടെ അടുത്തിപ്പോൾ മണി പ്ലാന്റിൻ്റെ തന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും ചെടികളുടെ ഇല ഉണ്ടെങ്കിലല്ലേ, അഴുകിയ ഇലയുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മുടെ പഴുത്ത് പോയിട്ടുള്ള ഇലയുണ്ടല്ലോ, അത് നമ്മളൊരു വെള്ളത്തിൽ ഒരു ദിവസം ഇട്ട് വെച്ചേക്കണം. അപ്പോൾ അതിനകത്തൊരു ബാക്ടീരിയ ഫോം ആവും അത്രേ. അപ്പോൾ അതിന് ശേഷം ആ വെള്ളത്തിനകത്ത് നമ്മൾ മണി പ്ലാന്റ് കട്ട് ചെയ്ത് ഇട്ടേക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ വളർന്ന് കിട്ടുമെന്നാണ് പറയുന്നത്. ഒരിക്കലും അത് നശിച്ചു പോകത്തില്ല എന്നാണ് പറഞ്ഞത്. ശരിക്കും ഞാൻ അങ്ങനെ തന്നെയാണ് ഈ ഒരു മണി പ്ലാന്റ് വെച്ചിരുന്നത് കേട്ടോ. അതുകൊണ്ടായിരിക്കണം വളർന്നതെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മണി പ്ലാന്റ് വളർത്താൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. പിന്നെ കൈയോടെ തന്നെ ഞാൻ മേൽഭാഗവും ലൈറ്റിൻ്റെ പോർഷനും എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഡെയിലി അടിച്ചു വാരുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ എന്നാലും ആരെങ്കിലും വരുന്നെന്ന് അറിയുമ്പോഴത്തേനും നമുക്കൊരു ഒരു വെപ്രാളവും ഒരു ടെൻഷനൊക്കെ ഉണ്ടല്ലോ. അതിൻ്റെ പേരിൽ ഞാനിങ്ങനെ എല്ലാം കൂടി കിടന്ന് ക്ലീൻ ചെയ്യുന്നതാണ്. പിന്നെ നമ്മുടെ റൂമിൽ വരുന്ന ആ ഭാഗത്തുള്ള കർട്ടൻ്റെ ആ ഒരു ഇത് ഇളവി പോയേക്കാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ പുതിയത് മേടിച്ചിട്ട് വേണം നമ്മുടെ അവിടെ കർട്ടനൊക്കെ സെറ്റ് ചെയ്യണം. അതൊക്കെ കൊണ്ടാണ് ഞാൻ ഹോം ടൂർ ചെയ്യാൻ ലേറ്റ് ആവുമെന്ന് പറഞ്ഞത്. പിന്നെ നമ്മുടെ ഈ ഒരു സോഫയുടെ സെക്ഷൻ ഉണ്ടല്ലോ, ഈ ഒരു ഭാഗത്ത് ശരിക്കും ഇൻവേർട്ടർ ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ എപ്പോഴും പോയി ഇരിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്ത് പെട്ടെന്ന് കയറാത്തൊരു പോർഷൻ ആയതുകൊണ്ടാണ് ആ ഒരു ചെടിയുടെ ഒരു ചെറിയൊരു ആർട്ടിഫിഷ്യൽ ഫ്ലവർ ഞാൻ അവിടെ വെച്ചിരുന്നത്. ഇത് മേടിച്ചിട്ട് ഒരു 3 വർഷത്തിന് പുറത്തായി. 3 വർഷമായി നമ്മൾ ഈ വീട് വെച്ചിട്ട് മേലോട്ട് ഈ വീട് നമ്മൾ ഷിഫ്റ്റ് ആയിട്ട് ആ സമയത്ത് മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ ചെടി. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഈ ഇൻവെർട്ടറിൻ്റെ പുറകു വശത്തേക്കാണ് ഞാൻ വെച്ചിരിക്കുന്നത് എപ്പോഴും. അതുകൊണ്ട് ആമി അങ്ങോട്ട് പോകാത്തൊരു സ്ഥലം കൂടിയാണ്. ആമി ചെറുതായിരുന്നപ്പോഴും ഒക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, അവൾ പോയി ഇതിൽ പിടിച്ച് വലിക്കുമെന്നൊക്കെ. അപ്പോൾ അങ്ങനെ അവിടെ വെച്ച് അത് ആകെ അങ്ങ് അഴുക്ക് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനി ഒരു ദിവസം എടുത്ത് ക്ലീൻ ചെയ്യണം. പിന്നെ ആ ഒരു സ്റ്റിക്ക് പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, അതും നമ്മൾ ശരവണയിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. ഇതെല്ലാം കൂടി ഒരിക്കൽ നമ്മൾ മേടിച്ച സംഭവമാണ്. എല്ലാം കൂടി ഒരു ചെറിയൊരു ഫ്ലവർ വൈസിൻ്റെ ഒരു സംഭവത്തിലിട്ട് വെച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പം നമ്മുടെ സോഫ സെറ്റ് ഇരിക്കുന്ന ഒരു പോർഷൻ നല്ല ഭംഗി ഉണ്ടായിരിക്കുമല്ലോ കാണാൻ. പിന്നെ ഞാനൊരു ടെഡി ബിയറിനെ എടുത്ത് ഇൻവെർട്ടറിൻ്റെ പുറത്ത് വെച്ചിട്ടുണ്ട്. അത് ആമി കളിക്കുന്നതല്ല, ഇപ്പോൾ യൂസ് ചെയ്യാതെ ഇങ്ങനെ വെച്ചേക്കുന്നതാണ്. അതുകൊണ്ട് ചുമ്മാ എടുത്ത് വെച്ചേ ഉള്ളൂ. പിന്നെ എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ച് വാരി എടുത്തു. പിന്നെ അടുത്ത് നമ്മൾ വാഷ് ബേസിനാണ് ക്ലീൻ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാഷ് ബേസിൻ നമ്മുടെ ഹാളിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ എപ്പോഴും എല്ലാവരും യൂസ് ചെയ്യുന്നതും കൂടെ ആണല്ലോ. അതുകൊണ്ട് തന്നെ എപ്പോഴും ഞാനിങ്ങനെ ക്ലീൻ ചെയ്ത് ഇടാറുണ്ട്. എപ്പോൾ അഴുക്ക് പിടിച്ചു എന്ന് തോന്നിയാലും ക്ലീൻ ചെയ്തിടാറുണ്ട്. പിന്നെ ആമി കാണാതെയാണ് ഇതൊക്കെ ചെയ്യാനും പറ്റുള്ളൂ. എന്തെങ്കിലും ക്ലീൻ ചെയ്യാൻ എടുക്കുമ്പോഴത്തേനും ഉടനെ പുറകെ വരും. അതുകൊണ്ട് അവളില്ലാത്ത സമയം നോക്കിയാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ അവൾ ശ്രദ്ധിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഞാനത് ചെയ്തത്. അപ്പോൾ ഇതിനിടയിൽ ഹസ്ബൻഡ് പുറത്ത് പോയിട്ട് നമുക്ക് ബിരിയാണിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ എന്നോട് പറഞ്ഞായിരുന്നു ഒന്ന് പുറത്തുനിന്ന് ഭക്ഷണം മേടിക്കാമെന്ന്. കാരണം ക്ലീൻ ചെയ്യാനൊക്കെ ഒരുപാടുണ്ടല്ലോ, അതുകൊണ്ടാണ്. ശരിക്കും രാവിലെ ഞാൻ ക്ഷേത്രത്തിൽ പോകുന്നില്ല എന്ന് വിചാരിച്ചിരുന്നതാണ്, ഇങ്ങനെ ക്ലീൻ ചെയ്യാനുള്ളതുകൊണ്ട്. അപ്പോൾ ഹസ്ബൻഡാണ് പറഞ്ഞത് ക്ഷേത്രത്തിൽ നമുക്ക് പോവാം, പോയിട്ട് വന്നിട്ട് ഹസ്ബൻഡും കൂടെ ഹെൽപ്പ് ചെയ്ത് തരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ ഉള്ളൂ, അതുകൊണ്ട് ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതിയിട്ട് ഞാൻ ഒറ്റയ്ക്ക് കിടന്ന് എല്ലാം കൂടി ചെയ്ത് ലാസ്റ്റ് ഡസ്റ്റ് അടിച്ചിട്ട് എനിക്ക് ജലദോഷമൊക്കെ ആയി. അങ്ങനെയാണ് എൻ്റെ സൗണ്ടൊക്കെ പോയത് കേട്ടോ. ശരിക്കും ഹസ്ബൻഡ് ചെയ്തു തരാമെന്ന് പറഞ്ഞതായിരുന്നു. പിന്നെ എനിക്കങ്ങ് പാവം തോന്നി. കാരണം അവർക്കൊക്കെ സാറ്റർഡേ സൺഡേ മാത്രമാണ് ലീവ് ഉള്ളത്. അപ്പോൾ 2 ദിവസം റെസ്റ്റ് എടുക്കുന്ന ദിവസം നമ്മൾ എന്തിനാണ് ചുമ്മാ വെറുതെ അവരെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് വിചാരിച്ചു. അങ്ങനെ എനിക്ക് പിന്നെ ചെയ്യാനുള്ള കാര്യമല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ചെയ്തതായിരുന്നു. അങ്ങനെയാണ് ഇങ്ങനെയൊരു പണി കിട്ടിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റായിട്ട് നമ്മുടെ ബെഡ്റൂമിലൊന്ന് ബെഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങൾ ചുവരൊന്നും ശ്രദ്ധിക്കേണ്ട, എല്ലാം അഴുക്കായി കിടക്കുവാണ്. അപ്പോൾ പെയിൻ്റൊന്നും അടിക്കാനുള്ള സാഹചര്യമൊന്നും ഇല്ല ഇപ്പോൾ നമുക്ക്. ആമി ഇനിയും വരച്ച് കളിച്ചുകൊണ്ട് നടക്കുന്ന പ്രായമാണ്. അപ്പോൾ ഇനിയും അവൾ വരയ്ക്കും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് ഞങ്ങൾ പിന്നെ പെയിൻ്റ് അടിക്കാനായിട്ട് നിൽക്കാത്തത്. അതൊക്കെ ഇനി ഭാവിയിൽ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഈ ഒരു ബെഡ് കവറാണ് ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ശരവണയിൽ നിന്ന് മേടിച്ചത്. ഈ ബെഡ് മേടിച്ചപ്പോഴത്തേനും ക്യൂൻ സൈസ് ബെഡാണ് ഇത്. അപ്പോൾ ഇതൊരു സിപ്പ് ടൈപ്പിലുള്ള ബെഡ് കവറാണ് കേട്ടോ. നല്ല ഒതുങ്ങി കിടക്കും. 1500 മറ്റോ ആണ്.
പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചെറിയ റൂം ക്ലീൻ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റൂമിൻ്റെ റൂം ടൂർ ചെയ്യുമെന്ന് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ട്. എന്നും മിക്കവാറും എല്ലാ ദിവസവും എനിക്ക് റീസെൻ്റായിട്ട് തന്നെ കമൻറ്റ് ഇടുന്ന കുട്ടിയാണ്. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ റൂം ടൂറായിട്ട് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതെന്തായാലും വെള്ളിയാഴ്ച അതിൻ്റെ വ്ളോഗ് വരുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ക്ലീൻ ചെയ്യുന്ന മാത്രം കാണിച്ചു തരാം. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഒരു ഡബിൾ ഡക്കർ ബെഡ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. ശരിക്കും ഇപ്പോൾ ആമി ഇതിൽ കളിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങോട്ട് വരുള്ളൂ, അല്ലാതെ ഇവിടെ കിടക്കുകയൊന്നും ചെയ്യത്തില്ല. പകൽ സമയത്തൊക്കെ അവൾ വീട്ടിലുണ്ടെങ്കിൽ ഇവിടെ ഇരുന്നാണ് കളിക്കുന്നത്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്ത് എത്ര ഇട്ടാലും പിന്നെയും വീണ്ടും അഴുക്കായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഞാനങ്ങനെ ഒരുപാട് അങ്ങോട്ട് മെനക്കെടാറില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഗസ്റ്റ് വരുന്നത് കൊണ്ട് എന്തായാലും ഒന്ന് നീറ്റാക്കി ക്ലീൻ ചെയ്ത് ഇടാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നതാണ്. നാട്ടിൽ നിന്ന് ആരെങ്കിലും വരുമ്പോഴത്തേനും ഗസ്റ്റൊക്കെ വന്നാലും കിടക്കാനൊക്കെ സൗകര്യം ഭയങ്കര കുറവാണ്. നമുക്ക് ആകെക്കൂടി ഒരു ബെഡ്റൂമാണ് ഉണ്ടായിരുന്നത് യൂസ് ചെയ്യുന്നത്. ഇവിടെ പഴയ ഒരു ബെഡാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ എന്തായാലും ആരെങ്കിലും വരുമ്പോഴത്തേനും 2 പേർക്കൊക്കെ കിടക്കാൻ കണക്കിന് ഈ ഒരു ബെഡ് മേടിച്ചതാണ്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ റൂം ടൂർ ചെയ്യുമ്പോഴത്തേനും പറയാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കിന്ന് ഗസ്റ്റ് വരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ചെറിയ ഉരുളിയിലുണ്ടല്ലോ പൂക്കളിട്ടിട്ട് ഞാനിങ്ങനെ ഡൈനിങ് ടേബിളിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും വീട്ടിലേക്ക് കയറി വരുമ്പോഴത്തേനും ആദ്യം അത് കാണുമ്പോൾ അവർക്കൊരു പോസിറ്റീവ് ഫീൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത്. പിന്നെ നമ്മുടെ വീടിനുള്ളിൽ ഫുള്ളായിട്ട് വരച്ചും കുറിച്ചും ഒക്കെ ഇട്ടേക്കുവാണ്. നിങ്ങളതൊന്നും മൈൻഡ് ചെയ്യണ്ട, ആകെ അലമ്പാക്കി ഇട്ടേക്കുവാണ്. പിന്നെ ഈ ഒരു കോട്ട്സ് ഞാൻ തന്നെയാണ് ചെയ്തത്. നമ്മുടെ കളർ പേപ്പറിൽ ചെയ്തിട്ട് ബേസ് ബോർഡ് കവറിനകത്ത് ഇങ്ങനെ കാർഡ്ബോർഡ് കവറിനകത്ത് ഒട്ടിച്ചിട്ട് അങ്ങനെ സെറ്റപ്പാക്കി ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അത് ഞങ്ങൾ റൂമിൽ വെച്ചിരുന്ന സാധനമാണ്. അതിനെടുത്തുകൊണ്ട് വന്ന് ഞാൻ ഹാളിൽ വെച്ചു. നമ്മുടെ ഗസ്റ്റൊക്കെ വരുന്നുണ്ട്. ഗസ്റ്റ് എന്ന് പറയുന്നത് ഹസ്ബൻഡിൻ്റെ അച്ഛൻ്റെ ചേച്ചിയുടെ മകളാണ്. ഈ ചേച്ചി US നിന്ന് വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കാണാനായിട്ട് വന്നതാണ്. അപ്പോൾ ഈ ചേച്ചി അവിടെ സെറ്റിൽഡാണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ടൈമിൽ ഒരു 8 വർഷം മുന്നേ ഇവിടെ വന്നിട്ടുള്ളതാണ് ചെന്നൈയിൽ. പിന്നെ അതിനുശേഷം ഇപ്പോഴാണ് ഞങ്ങളെ കാണുന്നത്. അങ്ങനെ വന്നതാണ് കേട്ടോ. എനിക്ക് നേരെ ഒന്നും വീഡിയോ എടുക്കാനോ ഒന്നിനും പറ്റിയിട്ടില്ല. ആരെങ്കിലും നമ്മുടെ വീട്ടിൽ വന്നിരിക്കുമ്പോഴേ നമ്മൾ വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് പറ്റിയ പോലെ ഞാനൊരു ക്ലിപ്പ് എടുത്തൊന്ന് ആഡ് ചെയ്തേ ഉള്ളൂ. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഫ്രൈഡേ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.